I love you guys. I love you so much. This is from my bottom of my heart. It's true. Actually, I'm so happy. 380 സബ്സ്ക്രൈബേഴ്സ് ബിറ്റ്കോയിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഈ ചെറിയൊരു ചാനലിലേക്ക് വന്നിട്ടുണ്ട്. യു ട്രസ്റ്റ് മീ, യു ഗൈസ് ആർ റോക്കിംഗ്. സത്യമായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ബിറ്റ്കോയിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ചാനലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചെറിയൊരു ചാനൽ നിങ്ങൾ ഇത്രയും വിശ്വാസം തരണം എന്നുണ്ടെങ്കിൽ ഐ ഗേവ് യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഐ എം സോ ഹാപ്പി. ഓക്കെ, ഇന്നത്തെ ഒരു ടോപ്പിക്ക് വളരെ ഈസ് ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ചില സമയത്ത് പെരുക്കാറുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ ഈയിടെയായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും പല വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്ലാക്ക് റോക്ക് അല്ലെങ്കിൽ ഫെഡിലിറ്റി, ആർക്ക്, ഇതുപോലുള്ള വലിയ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും സമർത്ഥന്മാരായിട്ടുള്ള അനലിസ്റ്റുകളുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം വന്ന് പറയാറുണ്ട്. ഈയിടെ വന്ന് പറയുന്നത് ബിറ്റ്കോയിൻസ് മില്യൺസ് ഓഫ് ഡോളർ, ഒരു ബിറ്റ്കോയിൻ്റെ വില മില്യൺസ് ഓഫ് ഡോളറിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അതായത് 2030-32 കൂടി ഒരു ബിറ്റ്കോയിൻ്റെ വില എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഡോളറിലേക്ക് പോവുകയാണ്. അപ്പോൾ പലരും ഇത് വിശ്വസിക്കാൻ താല്പര്യമില്ല, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ചെറിയൊരു ഡിജിറ്റൽ കോയിന് ഇത്രമാത്രം വാല്യൂവിലേക്ക് പോകുമെന്നുള്ള കാര്യം. അതിന് ഒത്തിരി ഫണ്ടമെൻ്റൽസ് ഉണ്ട്. അത് പഠിച്ചതുകൊണ്ടാണ് അവരിത് പറയുന്നത്. അതിലൊരു ഫണ്ടമെൻ്റലിലേക്കാണ് നമ്മൾ ഇന്ന് ആഴ്ന്നിറങ്ങി പോകുന്നത്. വളരെ വേഗം നമുക്ക് പോയിട്ട് വരാം. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തീർക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ടൈമും നിങ്ങളുടെ ടൈമും വളരെ വളരെ വാല്യുബിളാണ്. ഓക്കെ, സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്കറിയായിരിക്കും ലോകത്ത് 21 മില്യൺ ബിറ്റ്കോയിനേ ഉള്ളൂ. 21 മില്യൺ ബിറ്റ്കോയിനേ ഉള്ളൂ. അതിൽ ലോകത്തെ എത്രമാത്രം ആളുകൾ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാര്യം, നമുക്കിതെല്ലാ ഡീറ്റെയിൽസും ഓൺ ചെയിൻ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിട്ടും. ലോകത്ത് എത്രമാത്രം ബിറ്റ്കോയിൻ ഉണ്ട്, അത് എവിടേക്കാണ് കിടക്കുന്നത്, ഏത് വാലറ്റുകളിലാണ്, അത് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മൂവ് ഔട്ട് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് വീക്ഷിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് 8 ബില്യൺ ജനങ്ങളുണ്ട്. ഇത് ഞാനൊന്ന് പേന എടുത്തോട്ടെ. ഓക്കെ, കമോൺ. ഓക്കെ, ലോകത്ത് 8 ബില്യൺ ജനങ്ങളുണ്ട്. 8 ബില്യൺ ജനങ്ങൾ, 21 മില്യൺ ബിറ്റ്കോയിനേ ഉള്ളൂ അല്ലേ? BTC എന്ന് പറയാം ഷോർട്ടായിട്ട്. 21 മില്യണും 8 ബില്യൺ ജനങ്ങളുണ്ട്. അപ്പോൾ ഈ 8 ബില്യൺ ജനങ്ങളിൽ എത്ര ആളുകൾ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ശതമാനം ആളുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതറിയണമെന്നുണ്ടെങ്കിൽ ലോകത്ത് എത്രമാത്രം ബിറ്റ്കോയിൻ വാലറ്റുകളുണ്ടെന്ന് നമുക്ക് നോക്കണം. അതായത് നമ്മൾ ബിറ്റ്കോയിൻ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ്റെ ഒരു വാലറ്റ് വേണം. അതിലാണ് നമ്മൾ ഈ ബിറ്റ്കോയിൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ എത്ര വാലറ്റ് ഉണ്ടെന്ന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എത്ര ശതമാനം ആളുകൾ ബിറ്റ്കോയിൻ അഡോപ്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സതോഷി, ഒരു സാറ്റ്സ് ഉള്ള വാലറ്റുകൾ, അറ്റ്ലീസ്റ്റ് ഒരു സതോഷി അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ ആകാം, 10 ബിറ്റ്കോയിൻ ആകാം, 100 ബിറ്റ്കോയിൻ ആകാം. ഇവിടെ നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ വാലറ്റിൽ ഒരു സതോഷിയുള്ള വാലറ്റുകൾ ഈ ലോകത്ത് എത്ര ഉണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു സതോഷി, ഒരു സാറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 1 രൂപയല്ലേ, 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ ചേരുന്നതാണ് 1 രൂപ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 1 രൂപയെ 100 ഡിവൈഡ് ചെയ്യുന്നതാണ്, 100 പൈസയായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 1 രൂപ. മനസ്സിലായല്ലോ? ഈ 100 പൈസ അടങ്ങുന്നതാണ് 1 രൂപ. സിമ്പിൾ. അതുപോലെ തന്നെ ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 100 മില്യൺ സതോഷിയാണ്. സതോഷി അല്ലെങ്കിൽ സതോഷി നമ്മൾ ഷോർട്ടായിട്ട് സാറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അതായത് ഒരു ബിറ്റ്കോയിൻ നമുക്ക് 100 മില്യനായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 100 മില്യനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പീസിനെയാണ് നമ്മൾ സതോഷി അല്ലെങ്കിൽ സാറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സതോഷി ഉള്ള, അറ്റ്ലീസ്റ്റ് ഒരു സതോഷിയുള്ള വാലറ്റുകൾ ലോകത്ത് എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ ഏകദേശം 180 മില്യൺ തൊട്ട് 200 മില്യൺ വാലറ്റുകളിൽ അറ്റ്ലീസ്റ്റ്
ഒരു സതോഷിയെങ്കിലും ഉള്ള വാലറ്റുകളാണ് ഈ 180 തൊട്ട് 200 മില്യൺ വാലറ്റുകൾ വരും. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം, അറ്റ്ലീസ്റ്റ് ഒരു സതോഷി കാണും, അതിനകത്ത് ചിലപ്പോൾ ഒരു ബിറ്റ്കോയിനുള്ള വാലറ്റുകളുണ്ട്, 10 ബിറ്റ്കോയിനുള്ള വാലറ്റുകളുണ്ട്, 10,000 ബിറ്റ്കോയിനുള്ള വാലറ്റുകൾ കാണും. ഇതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു സതോഷിയുള്ള വാലറ്റുകൾ ഏകദേശം 180 തൊട്ട് 200 മില്യൺ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 200 മില്യൺ ഡിവൈഡഡ് ബൈ 8 ബില്യൺ ജനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2.5%. അതായത് ലോകത്ത് 2.5% ആളുകൾ മാത്രമേ ബിറ്റ്കോയിൻ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനി ഇവിടുന്ന് അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഒന്നും കൂടെ സോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ലോകത്ത് ഏകദേശം ഒരാൾക്ക് 3, 4, 5, 10 വാലറ്റുകൾ ഒരാൾക്ക് ഉണ്ടാക്കാൻ നോക്കും, അതിൽ ബിറ്റ്കോയിൻ സൂക്ഷിക്കാൻ നോക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 10 ബിറ്റ്കോയിൻ ഉണ്ടെങ്കിൽ അയാൾ ഒരു വാലറ്റിനകത്ത് 1 ബിറ്റ്കോയിൻ, ഒരു വാലറ്റിനകത്ത് 4 ബിറ്റ്കോയിൻ, ഒരു വാലറ്റിനകത്ത് 5 ബിറ്റ്കോയിൻ അങ്ങനെ സൂക്ഷിക്കാം. ഒരാൾക്ക് എത്ര വേണമെങ്കിലും വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാൾക്ക് 3 വാലറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഒരാൾക്ക് 3 വാലറ്റ് വീതം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഇവിടെ നമ്മൾ പറഞ്ഞു 200 വാലറ്റുകളിൽ അറ്റ്ലീസ്റ്റ് 1 സതോഷി വീതമുള്ളതാണ് എന്ന് പറയുന്നത്. അതായത് ഒരാളായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ 200 മില്യൺ ആളുകൾക്ക് ബിറ്റ്കോയിൻ ഉണ്ട് എന്നർത്ഥം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു സാറ്റ്സ് വീതമുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 3 വാലറ്റ് വീതമാണെന്നുണ്ടെങ്കിൽ ഈ 200 എന്നുള്ളത് നമുക്ക് ചുരുക്കി 65 തൊട്ട് 66 മില്യണിലേക്ക് ചുരുങ്ങും. അതിൻ്റെ അർത്ഥം ലോകത്ത് 66 മില്യൺ ആളുകളെ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഏകദേശം 0.8% ആളുകൾ മാത്രമേ ബിറ്റ്കോയിൻ യഥാർത്ഥത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓർക്കണം, 1% താഴെ ആളുകളെ ബിറ്റ്കോയിൻ്റെ വാലറ്റ് സൂക്ഷിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിലും താഴെയാണ് യഥാർത്ഥ കണക്ക് കേട്ടോ. ഞാൻ വളരെ കൺസർവേറ്റീവായിട്ടാണ് ഇവിടെ നീങ്ങുന്നത്. ഇനി ഞാൻ ഒന്നും കൂടെ സോർട്ട് ചെയ്ത്, ഒന്നും കൂടെ ഞാൻ ഫിൽട്ടർ ഔട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതായത് ലോകത്ത് എത്ര പേർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്കോയിനുള്ള വാലറ്റ്, എത്ര വാലറ്റുകളുണ്ട്? അതായത് അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്കോയിനുള്ള നമുക്ക് സതോഷി മാറ്റാം. അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്കോയിനുള്ള വാലറ്റുകൾ എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ 2023 അറൗണ്ട് മെയിൽ അതിന് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏകദേശം 1 മില്യൺ വാലറ്റുകളിലെ അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്കോയിൻ വീതമുള്ള 1 മില്യൺ വാലറ്റുകൾ ഈ ലോകത്തുള്ളൂ. 2023 വരെ, അതായത് 2009 മുതൽ 2023 മെയ് വരെ 1 മില്യൺ വാലറ്റുകളിലെ അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്കോയിൻ കാണപ്പെടുന്ന വാലറ്റുകളുള്ളൂ. അതായത് ഏകദേശം 0.5% പോലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ 2025 ആയില്ലേ, ഞാൻ ഈ 1 മില്യൺ എന്നുള്ളത് 2 മില്യൺ കൊടുക്കുകയാണ്. ചുമ്മാ കിടക്കട്ടെ. ഓർക്കണം, 2009 മുതൽ 2023 വരെ 1 മില്യണേ ഉള്ളായിരുന്നു. ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഞാൻ 1 മില്യണും കൂടെ ഇരട്ടിച്ചു, ഡബിളാക്കി, 2 മില്യൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 മില്യൺ ഡിവൈഡ് ബൈ 8 ബില്യൺ എന്ന് പറയുന്നത് 0.02% താഴെ ആളുകളേ ഉള്ളൂ. ലോകത്ത് 0.5% പോലും ആളുകൾ, ഒരു ബിറ്റ്കോയിനുള്ള ആളുകളില്ല. 0.5% പോലും, അതിലും ഒത്തിരി താഴെ ആണ് ഒരു ബിറ്റ്കോയിനെങ്കിലും ഉള്ള ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കണേ അതിൻ്റെ വ്യാപ്തി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ലോകത്തിൽ 94.5% ബിറ്റ്കോയിനും മൈനിങ് ചെയ്ത് കഴിഞ്ഞു. ഈ 94.5%-ൽ 98% ഓരോരോ ആളുകളുടെ കയ്യിലാണ്. ബാക്കിയുള്ള 5.5% വരുന്നത് അടുത്ത 100 കൊല്ലം വേണം മൈനിങ് ചെയ്യാൻ. അത് വിട്ടേരെ, അത് നമുക്ക് വിഷയമില്ല. ഈ 95.5% മൈനിങ് ചെയ്ത് നമ്മൾ പുറത്തെത്തിച്ചു കഴിഞ്ഞു ബിറ്റ്കോയിൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് ഇത്രയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ലോകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്കോയിനുള്ള വാലറ്റുകൾ ഉള്ള ആളുകളെ നോക്കുമ്പോൾ, 8 ബില്യൺ ജനങ്ങളിൽ നോക്കുമ്പോൾ
വെറും 0.5% ഒത്തിരി താഴെയുള്ള ആളുകളെയൊക്കെ ഉള്ളൂ ഒരു ബിറ്റ് കോയിൻ സൂക്ഷിക്കാൻ ഒക്കുന്നത്. അതും 94% ബിറ്റ് കോയിനും മൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ള ഒരു 5% 100 കൊല്ലം എടുക്കും, 100 കൊല്ലത്തിൽ കൂടുതൽ എടുക്കും മൈനിങ് ചെയ്ത് വരാൻ. അതുകൊണ്ട് ഈ ബാക്കിയുള്ള 5%-നെ കുറിച്ച് നമുക്കിനി സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഞാൻ എത്രയും ഫിനിഷ് ചെയ്ത് ക്ലിയറപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് ക്ലിയർ ചെയ്യുന്നു. ഇനി ആണ് രസകരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അതായത് നമ്മൾ ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യയിൽ ജനസംഖ്യ എന്ന് പറയുന്നത് 1.45 ബില്യൺ വരും. ഓക്കെ, അതായത് ലോകത്ത് 8 ബില്യൺ ഉണ്ട്, അതിൽ 1.45 ഇന്ത്യയിലാണുള്ളത്. ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. അന്നേരം നമുക്കറിയാൻ നോക്കും ഇത് എത്രമാത്രം സ്കെയിൽസാണ്, എന്തുകൊണ്ട് ഇതിന് ആളുകൾ വാല്യൂസ് പറയുന്നു, എന്തുകൊണ്ട് ആളുകൾ ഇത് മില്യൺസ് ഓഫ് ഡോളറിലേക്ക് ഇത് പോകുമെന്ന് പറയുന്നു. ഈ 1.45 ബില്യൺ ആളുകളിൽ 37% ആളുകളും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ്. ഒരു ആവറേജ് ഫാമിലി മിഡിൽ ക്ലാസ്സിലുള്ളവരാണ് ഈ 37% ആളുകളും. റിസർച്ച് പ്രകാരമാണ് കേട്ടോ, ഇത് അങ്ങോട്ടും മുന്നോട്ടും പുറമോട്ടും നീങ്ങാം. ഓക്കെ, 37% ആളുകൾ മിഡിൽ ക്ലാസ് ഫാമിലികളാണ്. അവരുടെ സാലറി എന്ന് പറയുന്നത്, ഓക്കെ, ഈ 37% എന്ന് പറയുന്നത് ഏകദേശം 542 മില്യൺ ആളുകൾ. അതായത് ഈ 1.45 ബില്യണിൽ 542 മില്യൺ ആളുകളും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ്. ഇവരുടെ ആവറേജ് സാലറി എടുത്തു കഴിഞ്ഞാൽ $ഡോളറിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5000 USD മുതൽ ഏകദേശം ഞാനിവിടെ കണക്കെഴുതി വെച്ചിട്ടുണ്ട്. 5000 USD മുതൽ, ലെറ്റ് മീ ചെക്ക് ഇറ്റ് വൺസ് അഗൈൻ. ഓക്കെ, 5000 മുതൽ 15000 USD വരെയാണ് അവരുടെ ഇയർലി സാലറി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി അനുസരിച്ച് ഏകദേശം 36,000 രൂപ മാസം. ഓക്കെ, തൊട്ട് 1,00,000 കൂട്ടിക്കോ, 1,00,000 പെർ മന്ത്. ഞാൻ കണക്കൊന്ന് വേഗം നോക്കിക്കോട്ടെ, ഒരു നിമിഷം. കറക്റ്റാണോന്ന് നോക്കിക്കോട്ടെ. 56. ഓക്കെ, ഏകദേശം 1,00,000 തൊട്ട് മുകളിലായിട്ട് 1,07,000 വരും. നമുക്ക് 1,00,000 ഒന്ന് കൂട്ടാം, 1,00,000 എന്ന് നമുക്ക് കൂട്ടാം. ഓക്കെ, 1,00,000 രൂപ മാസ കണക്ക്. ഇയർലി അത് ഏകദേശം 4.3 ലാക്ക് വരും. ഓക്കെ, ഇയർലി ഇവിടെ അത് ഏകദേശം 12 ലക്ഷം രൂപ വരും. ഇയർലി, ഞാനിവിടെ ഇയർലി എന്ന് എഴുതാം. ഓക്കെ, ഇയർലി. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 37% ആളുകൾ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവരുടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 5,000 തൊട്ട് 15,000 വരെയാണ്. ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവരും, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, ബിറ്റ്കോയിൻ്റെ സ്കേഴ്സിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഡേറ്റാസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, 5,000 തൊട്ട് 15,000 USD വരെയാണ് അവരുടെ സാലറി. മാസമാണെങ്കിൽ 36,000. 15,000 USD ഉള്ളവർക്ക് 1,00,000 രൂപ മാസം വീതം കിട്ടും. വർഷത്തെ ആനുവൽ സാലറി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് 4.3 ലാക്സും 12 ലാക്സും. അത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഈ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്കെല്ലാം ബോധം വീണു, ബിറ്റ്കോയിന് എന്താണെന്ന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവർക്ക് വേഗം ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആളുകൾ, ഈ ആവറേജ് ഫാമിലിയുള്ള ഈ 37% ആളുകളും അവരുടെ ഒരു വർഷത്തെ സാലറി എടുത്ത് ബിറ്റ്കോയിനിലേക്ക് ഇപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോകാം. ക്വൈറ്റ് ഫാസിനേറ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ഞാൻ ഈ 5,000 എടുക്കുവാണ്. അപ്പോൾ ഈ 5,000 ഡിവൈഡഡ് ബൈ USD ഡിവൈഡ് ബൈ ബിറ്റ്കോയിൻ്റെ കറൻറ്റ് പ്രൈസ്. ഇപ്പോൾ ഞാൻ ഒരു 100K കൊടുക്കാം. 100,000 ലാക്സ്. ഓക്കെ, 100,000 കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5,000 വെച്ച് ഇപ്പോൾ ആളുകൾ, ഈ 37% ആളുകളും അല്ലെങ്കിൽ ഈ 542 മില്യൺ ആളുകളും
ഈ 5,000 രൂപ വെച്ച് ആവറേജ് ഒരു വർഷത്തെ സാലറി വെച്ച് ഒരു വർഷത്തെ സാലറി അവർ ഇപ്പോൾ ഡംപ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 0.05 ബിറ്റ്കോയിൻ കിട്ടും. 0.05, 1% പോലുമില്ല, അതിൽ താഴെ ബിറ്റ്കോയിൻ. ഓക്കെ, 0.05 ബിറ്റ്കോയിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 0.05 ബിറ്റ്കോയിൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 0.05 ഗുണം 542 മില്യൺ ആളുകളാണല്ലോ മേടിക്കുന്നത് 0.05 ബിറ്റ്കോയിൻ വീതം. അങ്ങനെയാണെങ്കിൽ എത്ര ബിറ്റ്കോയിൻ കാണണം? 27 മില്യൺ ബിറ്റ്കോയിൻ കാണണം. ഈ പറയുന്ന 37% ആളുകൾ അവർ ഒരു വർഷത്തെ സാലറി ആയിട്ടുള്ള 5,000 അല്ലെങ്കിൽ 4.3 lakhs റുപ്പീസ് ഇപ്പോൾ ഡംപ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ്റെ വില 100,000 ഇപ്പോൾ ഡംപ് ചെയ്യുവാണെങ്കിൽ അവർക്ക് 0.05 ബിറ്റ്കോയിൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് 27 മില്യൺ ഉണ്ടായിരിക്കണം. 27 മില്യൺ ബിറ്റ്കോയിൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറയുന്ന 342 ആളുകൾക്ക് 0.05 ബിറ്റ്കോയിൻ വീതം കിട്ടൂ. ഒന്ന് ആലോചിക്കണം എന്തുമാത്രം സ്കെയർസാണ്. ഇന്ത്യയിലെ ആളുകൾക്ക് ബോധം വെച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് 0.05 ബിറ്റ്കോയിൻ, അതായത് 37% ആളുകൾ, മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു 4 ലക്ഷം അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എടുത്തിട്ട് ഓക്കെ ഞാൻ ബിറ്റ്കോയിൻ മേടിക്കാൻ വേണ്ടി പോവാണ്. അതാണ് സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്കോയിനാണ്. അതുകൊണ്ട് ഞാൻ 5 ലക്ഷം രൂപ എടുത്ത് ഡംപ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് 0.05 ബിറ്റ്കോയിൻ കിട്ടും. പക്ഷേ അത് 27 മില്യൺ ബിറ്റ്കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ 0.05 ബിറ്റ്കോയിൻ കിട്ടൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആണ് ഇതിലും വലിയ രസം വരാൻ വേണ്ടി പോകുന്നത്. 27 മില്യൺ എന്ന് പറഞ്ഞല്ലോ, ഇനി ലോകത്തെ എല്ലാവർക്കും, ഇന്ത്യക്കാർക്കും വേണ്ടി മാത്രമല്ല ലോകത്തെ എല്ലാവർക്കും മേടിക്കാൻ വേണ്ടി ഇനി ബിറ്റ്കോയിൻ 2.5 മില്യണും കൂടെ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാമോ? ഈ എക്സ്ചേഞ്ചുകളിലും OTC ഡെസ്കുകളിലുമായിട്ട് 2.5 മില്യൺ ബിറ്റ്കോയിനും കൂടെ ഉള്ളൂ. ഏകദേശം 2.5 to 2.8 വരെ മാക്സിമം പോകാം. 2.5 കൂട്ടിക്കോ, 2.5 മില്യനും കൂടെ ഉള്ളൂ. അതായത് ഈ 27 മില്യൺ ഡിമാൻഡാണ്. 37% ഇന്ത്യയിൽ 37% ആളുകൾ മാത്രം 27 മില്യൻ്റെ ഡിമാൻഡുണ്ട്. പക്ഷേ വെളിയിൽ നമുക്കിനി മേടിക്കാൻ 2.5 ഉള്ളൂ. അതായത് ഏകദേശം 10 ഇരട്ടിക്ക് മുകളിൽ ഡിമാൻഡ്. പക്ഷേ സപ്ലൈ അതിനനുസരിച്ചില്ല. വാവ്, ഇന്ത്യയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഇവനെ ടൈറ്റ് ചെയ്യാം. ഇനി ഈ 2.5 മില്യൺ ബിറ്റ്കോയിനെ നമ്മുടെ ഇന്ത്യയിലെ 37% ആവറേജ് ഫാമിലി ആളുകൾ മേടിക്കാൻ വേണ്ടി പോവാണ്. 542 മില്യൺ ആളുകൾ ഈ പറയുന്ന 2.5 മില്യൺ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ 0.0046. അത് സത്യമാണ്. ഇപ്പോൾ ആളുകൾക്ക് വെളിവ് വീണിട്ട് 5 ലക്ഷം അല്ലെങ്കിൽ 4.5 ലക്ഷം രൂപ എടുത്തിട്ട് ബിറ്റ്കോയിൻ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഈ 542 മില്യൺ ആളുകൾക്കും 0.0046 ബിറ്റ്കോയിൻ വീതം കിട്ടും. അതായത് 1% പോലും കിട്ടില്ല, അതിൻ്റെ 0.5% കിട്ടില്ല, 0.5% താഴെ, അതായത് 0.0046 ബിറ്റ്കോയിനെ കിട്ടും. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ 100,000 ആണെന്നുണ്ടെങ്കിൽ വെറും $460 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം 39,000 രൂപ ഇന്ത്യൻ മണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിറ്റ്കോയിൻ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 39,000 രൂപ ഉണ്ട്, നിങ്ങൾ 0.0046 ബിറ്റ്കോയിൻ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്ത്യയിലുള്ള ഈ 37% മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി യു ടുക്ക് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് വൺ ഗൈ ഫ്രം ദ മിഡിൽ ക്ലാസ് ഫാമിലി. അതായത് നിങ്ങളുടെ 37% ആളുകളുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കുകയാണ്. വീണ്ടും നിങ്ങളിത് 39,000 രൂപയ്ക്ക് മേടിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരാളുടെ ഓപ്പർച്യൂണിറ്റി എടുത്തു മാറ്റുകയാണ്. ഒരാൾക്ക് 0.0046 ബിറ്റ്കോയിൻ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വീണ്ടും എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ വീണ്ടും സ്കേഴ്സിറ്റി വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലുള്ള 37% മാത്രമുള്ള മിഡിൽ ക്ലാസ് ഫാമിലി
അവിടെ ഒരു വർഷത്തെ സാലറി ഇപ്പം ഇടുവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സംഖ്യയാണ് 0.0046. അപ്പോൾ ആലോചിക്കണം, ലോകത്തുള്ള എല്ലാവരും ഇതിനു വേണ്ടി വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 1.45 ബില്യനും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചില സമയങ്ങളിലുണ്ടല്ലോ, ഇതാലേക്കും തലയ്ക്ക് പ്രാന്ത് ഒരു വല്ലാത്തൊരു പെരുപ്പാണ്. ദിസ് ഈസ് ദ റിയാലിറ്റി. ഇനി ഞാനീ നേരത്തെ പറഞ്ഞു, ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇനി 542 മില്യൺ ആളുകൾ 5000 രൂപയും വെച്ചുകൊണ്ട് വരുമ്പോൾ ഏകദേശം $2.7 ട്രില്യൺ ആണ് അവർ മേടിക്കാൻ പോകുന്ന സാധനം. 2.7 ട്രില്യൺ. അത് ഞാൻ കണക്ക് പിടിച്ച് വെച്ചിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. ഈ 2.7 ട്രില്യൺ ഇവിടെ എഴുതാം. 2.7 ട്രില്യൺ. ഈ 2.7 ട്രില്യൺ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ? 542 മില്യൺ ആളുകൾ 5000 രൂപ വെച്ചിട്ട് മേടിക്കാൻ വരുമ്പോൾ അതിന് മൊത്ത തുക എന്ന് പറയുന്നത് 2.7 ട്രില്യൺ ആണ്. ആ 2.7 ട്രില്യൺ ഈ 2.5 മില്യൺ മാത്രമുള്ള ബിറ്റ്കോയിനിലേക്ക് തേടി വരുമ്പോൾ ഒരു ബിറ്റ്കോയിൻ്റെ വില നേരെ 1 മില്യണിലേക്ക് കുതിച്ചുയരും. കാരണം അത്രയ്ക്ക് ഉള്ളൂ സപ്ലൈ, പക്ഷേ ഡിമാൻഡ് കൂടുതലാണ്. ഈ 2.7 ട്രില്യൺ ഈ 2.5 മില്യൺ ഉള്ള ബിറ്റ്കോയിനിലേക്ക് തേടി വരുമ്പോൾ ബിറ്റ്കോയിൻ്റെ വില ഷൂട്ടപ്പ് ചെയ്യുന്നത് 1 മില്യണിലേക്കാണ്. പക്ഷേ വേറെ കാര്യം ഓർക്കണം, ഇത്രയും തുക വരുമ്പോൾ ഈ പറയുന്ന 542 മില്യൺ ആളുകൾക്കും ഈ പറയുന്ന 0.046 കിട്ടണമെന്നില്ല. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യും. 1 മില്യൺ. ഇന്ത്യയിൽ 37% ആളുകൾക്ക് തലയ്ക്ക് ബോധോദയം വീണിട്ട് ഒരു കൊല്ലത്തെ സാലറി എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാസം സംഭവിക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഒരു മാസം കൊണ്ട് 1 മില്യണിലെത്തും. ആക്ച്വലി ദിസ് ഈസ് ദ ഫാക്ട്, ദിസ് ഈസ് ദ റിയാലിറ്റി. തലയ്ക്ക് വെളിവ് വീണ് വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ലോകത്ത് എത്ര ശതമാനം ആളുകൾ ഒരു ബിറ്റ്കോയിൻ മേടിച്ചിട്ടുണ്ട് ഒരു വാലറ്റിൽ? അറ്റ്ലീസ്റ്റ് 1% താഴെ അല്ലേ? നമ്മുടെ മറ്റേ കണക്ക് എങ്ങനെയായിരുന്നു? അറ്റ്ലീസ്റ്റ് ഒരു സതോഷിയുള്ള ആളുകളുടെ വാലറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 66 മില്യൺ. അതായത് ഒരു വ്യക്തിക്ക് 3 വാലറ്റ് വീതമുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് കറക്റ്റ് എന്ന രീതിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 66 മില്യൺ ആളുകളെ ഉള്ളൂ ബിറ്റ്കോയിൻ ലോകത്ത് മേടിച്ചിട്ടുള്ളൂ, അതായത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ 66 മില്യൺ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0.8%. അതായത് 1% താഴെ ആളുകളെ ബിറ്റ്കോയിൻ മൊത്തത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇന്ന്. അപ്പം 1% താഴെ ആളുകൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ബിറ്റ്കോയിൻ്റെ വില 100K ആണെന്നുണ്ടെങ്കിൽ 2% അഡോപ്ഷൻ വരുമ്പം ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും? 5% ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരുമ്പോൾ എത്ര ആയിരിക്കും? അഡോപ്ഷൻ വരുമ്പോൾ എത്ര ആയിരിക്കും? 10%, 50%? ബഡി, ഇറ്റ് വിൽ ബി ഇൻ മില്യൺസ് ഓഫ് ഡോളർ. ഞാനിപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബ് എനിക്കുണ്ട്. നമുക്കതിനകത്ത് ബിറ്റ്കോയിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, ബിറ്റ്കോയിൻ എങ്ങനെ കീപ്പ് ചെയ്യണം, ഹാർഡ്വെയർ വാലറ്റിനകത്ത് എങ്ങനെ ചെയ്യണം, എഡ്യൂക്കേഷൻസ്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ താഴെ വരുമ്പോൾ എങ്ങനെ മേടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ അതിനകത്ത് കയറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇറ്റ്സ് എ പെയ്ഡ് മെമ്പർഷിപ്പാണ്. കാരണം ഞാൻ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. സോ യൂഷ്വലി ദാറ്റ് ഈസ് പെയ്ഡ് വൺ, നോട്ട് ഫ്രീ. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, ബട്ട് അതിനകത്തുള്ള മെയിൻ കണ്ടൻറ്റുകൾ പെയ്ഡായിട്ടുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് മിക്കവർക്കും എന്തുകൊണ്ട് എൻ്റെ ചാനൽ 350 സബ്സ്ക്രൈബേഴ്സ് മാത്രം ചുരുങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക ആളുകൾക്ക് ഇപ്പോൾ ഉള്ള നോട്ടം ബിറ്റ്കോയിന് 100K ആയി, ഇനി അഡോപ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ ഇതുകൊണ്ട്, ഇത്രയും പ്രൈസായി. ബട്ട് ഈസ് എ ജസ്റ്റ് എ ബേബി. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ്, നിങ്ങൾ ഫാക്ട്സ് ആണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റയാണ് നോക്കേണ്ടത്. ആളുകൾ എന്ന് പറയുന്നു എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇത് 100K ഒക്കെ ആയതുകൊണ്ട് ആളുകൾ ഇപ്പോൾ നോക്കുന്നത് ഈസി ആയിട്ട് റിച്ച് ആവാൻ വേണ്ടി ഇതുപോലുള്ള ഓൾഡ് കോയിൻസ്, അതർ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വേണ്ടി ആളുകൾ അത് നോക്കി പോകാറുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, ഇതീരിയം നാളെ വേറൊരു ഇതീരിയം വരും,
വേറൊരു സൊലാന വരും, വേറൊരു XRP വരും. ഈ പോലുള്ള ഗ്യാംബ്ലിങ് നിങ്ങൾ ഇറ്റ് വിൽ ബി ദെയർ അൺടിൽ യു ഡൈ. ഇനി നിങ്ങൾ മരിക്കുന്നവരെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണും. ഇനി ഓൺ ദ ഓപ്പർച്യൂണിറ്റി യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗാമ്പിൾ അൺടിൽ യു ഡൈ. പക്ഷേ നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യാനുള്ള ദ ടൈം ഈസ് ക്ലോസിങ് നൗ. ദ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഈസ് ക്ലോസിങ് നൗ. അടുത്തുള്ള ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തണം. എത്രമാത്രം സതോഷി സാറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ നിങ്ങൾക്ക് അക്യുമുലേഷൻ ചെയ്യണം അത്രമാത്രം ചെയ്യണം. നിങ്ങൾക്ക് 10 രൂപയ്ക്ക് മേടിക്കാം, 50 രൂപയ്ക്ക് മേടിക്കാം, 100 രൂപയ്ക്ക് മേടിക്കാം, 5000 രൂപയ്ക്ക് മേടിക്കാം, 1,00,000 രൂപയ്ക്ക് മേടിക്കാം. വേണമെങ്കിൽ ഒരു ബിറ്റ്കോയിൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഈവൻ ഒരു സതോഷി വരെ നിങ്ങൾക്ക് മേടിക്കാം. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തുമാത്രം ബിറ്റ്കോയിൻ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അക്യുമുലേഷൻ ചെയ്യാവോ. നിങ്ങൾക്ക് ഇനഫ് ബിറ്റ്കോയിൻ ആയിട്ട് യു ജസ്റ്റ് ഡു ഇറ്റ് ദ ഗാംബ്ലിങ്. സൊലാനയോ XRPയോ you can trade it, whatever you need, you just trade it, you just gamble it. Before you need to accumulate Bitcoin. അതാണ് ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിറ്റ്കോയിൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിറ്റ്കോയിനെ കുറിച്ച് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം വരുന്നത്. ഐ നോ ദാറ്റ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാം ഐ വിൽ ഗെറ്റ് വെരി ലെസ് സബ്സ്ക്രൈബേഴ്സ്. ബാക്കിയുള്ള ചാനലിൽ ഈ ക്രിപ്റ്റോയെക്കുറിച്ച് സംസാരിക്കുന്ന ചാനൽ ഇഷ്ടംപോലെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ബിറ്റ്കോയിനെ കുറിച്ച് ചാനൽ തുടങ്ങുമ്പം എനിക്ക് നേരത്തെ അറിയാം ഐ വിൽ ഗെറ്റ് വെരി ലെസ്. 5000 സബ്സ്ക്രൈബേഴ്സൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇംപോസിബിൾ. ഐ നോ ഇറ്റ്സ് ക്വൈറ്റ് ഇംപോസിബിൾ. 5000 സബ്സ്ക്രൈബേഴ്സ് ബിറ്റ്കോയിൻ മാത്രമുള്ള ചാനൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫ്രം കേരളത്തിൽ 33 മില്യൺ ജനങ്ങളുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഇംപോസിബിൾ. ഓ മൈ ഗാഡ്. മേ ബി വരുമായിരിക്കും. ഇത് 200K, 300K, 400K അങ്ങനെ മുകളിലോട്ടിൻ്റെ പ്രൈസ് ഉയർന്നു പോകുമ്പോഴത്തേക്ക് ആളുകൾ പാനിക്കാം, ഫോമോ. ഗൈസ്, ഇന്നലെ എൻ്റെ ബിറ്റ്കോയിൻ ക്ലബ്ബുകളിലെ മെമ്പേഴ്സിന് ഞാൻ കൊടുത്തതാണ് ഈ ഒരു പാറ്റേൺ. എൻ്റെ ബിറ്റ്കോയിൻ ഫാമിലിയുള്ള മെമ്പേഴ്സ് ദേ അക്യുമുലേറ്റഡ് ബിറ്റ്കോയിൻ ഹിയർ ആൻഡ് ഓൾ ദീസ് ബോക്സസ്. ഐ ഗൈഡഡ് ദം exactly almost bottom we occurred. ലോകത്തിലെ 95% ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് ഫെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ബോട്ടം കണ്ടുപിടിക്കാൻ. ബട്ട് വി ഡൺ ഇറ്റ്. ഓക്കെ, ഓഫ് കോഴ്സ് ചെറിയ മണിയായിരിക്കും, വളരെ ചെറിയ പൈസ ഉണ്ടായിരിക്കും, ബട്ട് വി ഡൺ ഇറ്റ്. വി ഓൾറെഡി ഡൺ ദാറ്റ് വൺ. ഇനി താഴോട്ട് പോവുകയാണെന്നെങ്കിൽ വി ഹാവ് അനദർ പ്ലാൻ ടു അക്യുമുലേറ്റ് ഓവർ ദെയർ. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അക്യുമുലേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ആവറേജ് പ്രൈസ് ഏറ്റവും ബോട്ടം ആയിരിക്കും. ബിറ്റ്കോയിൻ തിരിച്ച് കയറുമ്പോഴത്തേക്ക് വി വിൽ ബി ഇൻ പ്രോഫിറ്റ്. ദാറ്റ്സ് ദ വേ വി അക്യുമുലേറ്റ് ഇൻ എ പ്രൊഫഷണൽ വേ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ബിറ്റ്കോയിൻ മലയാളി ക്ലബ് ഉണ്ട്, യു ക്യാൻ കം. ജസ്റ്റ് $3 ബഡി ഇൻ എ മന്ത്. ജസ്റ്റ് $3 എന്ന് പറയുമ്പോൾ ഏകദേശം 240 ഇന്ത്യൻ റുപ്പി, 240 രൂപ. ഒരു ബിരിയാണി കിട്ടത്തില്ലല്ലോ. ഒരു നല്ലൊരു ബിരിയാണി 240 രൂപ കിട്ടത്തില്ല ഈ വന്ന കാലത്ത്. അപ്പോൾ ഒരു മാസം ഒരു 240 രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് അമേസിങ് കണ്ടൻറ്റ്, ലൈഫ് ചേഞ്ചിങ് കണ്ടൻറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. പക്ഷേ കയറിയാലും ചാനൽ ക്ലബിൽ ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും വാട്ട് യു ഹാവ് ടു ഡു ഈസ് അക്യുമുലേറ്റ് ബിറ്റ്കോയിൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ കാര്യം, എന്താണ് ഈ ലോകത്തിലെ എല്ലാ സൗദി അറേബ്യ മൈനിങ് തുടങ്ങി, അക്യുമുലേഷൻ തുടങ്ങി, കുവൈറ്റ്, ഖത്തർ, UAE, അബുദാബി, ദുബായ്, എല്ലാവരും തുടങ്ങി. US ബിറ്റ്കോയിൻ റിസർവ് അസറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ലോകത്തിലെ ഈ അമേരിക്കയിലുള്ള 50 സ്റ്റേറ്റുകളും അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 27 സ്റ്റേറ്റുകൾ ഓൾറെഡി അപ്ലൈ ചെയ്തു ബിറ്റ്കോയിൻ റിസർവിന് വേണ്ടി. റഷ്യ, ചൈന, സിംഗപ്പൂർ, മലേഷ്യ, എൽ സാൽവഡോർ, ബ്രസീൽ, ഭൂട്ടാൻ, everyone is coming. UK, ജർമ്മനി, they are coming. ഗൈസ്, നിങ്ങൾക്ക് ഈ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്തിട്ട് നാളെ നിങ്ങൾക്കിത് വിൽക്കേണ്ടി വരത്തില്ല. യു ക്യാൻ ടേക്ക് ലോൺ അഗൈൻസ്റ്റ് ഇറ്റ് ആൻഡ് ലിവ് യുവർ എൻ്റയർ ലൈഫ്. ദാറ്റ്സ് കമ്മിങ്. That is coming. Bitcoin is not just a digital coin, buddy. It's beyond that. എനിക്കറിയാം, it's beyond that.
ഇത് ബിറ്റ് കോയിന് 100,000 മേടിച്ചിട്ട് 200,000 വിൽക്കുന്നതല്ല. ദിസ് ഇസ് നോട്ട് ഫോർ സെല്ലിങ്. നാളെ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫിയറ്റ് കറൻസി കൊണ്ട്, നിങ്ങളുടെ ഇന്ത്യൻ റുപ്പി കൊണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ ഒക്കത്തില്ല. യു കനോട്ട് ഗെറ്റ് ഇറ്റ് വിത്ത് യുവർ ഫിയറ്റ് മണി. യു നീഡ് ടു വർക്ക് ഇറ്റ്. യു നീഡ് ടു ഗിവ് യുവർ സർവീസസ് ആൻഡ് പ്രോഡക്റ്റ് ഫോർ someone who has Bitcoin. It's not a joke. Time is ticking. Window of opportunity is closing. Okay, try to get as much as you can this thing. Source case 21 million Bitcoin. Okay, take care. Bye bye.